ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു ട്രിപ്പ് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല. ഇവിടെ കുവൈറ്റിൽ കബ്ദിലേക്കാണ് നമ്മൾ പോകുന്നത്. കബ്ദെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന പോലെ ഇവിടെയുള്ള ശീതകാല റിസോർട്ടുകളാണ് കബ്ദ്. അപ്പം നമ്മൾ ഈ ദൂരെ കാണുന്ന കാഴ്ചകൾ ഇപ്പോൾ കണ്ടത് കുവൈറ്റികളൊക്കെ താമസിക്കുന്ന ടെൻറ്റുകളാണ്. അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ കുറേ ആൾക്കാർ കൂടിയാണ് അതുപോലെ രാത്രി കപ്പയും മീനും അങ്ങനെ കുറേ വിഭവങ്ങളും അതുപോലെ രാത്രി ക്യാമ്പ് ഫയറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള എൻ്റെ കൂടെ വന്നവരൊന്നും ഞാൻ അധികം അങ്ങനെ കാണിക്കുന്നില്ല. അപ്പം രാത്രി ഇതുള്ള ക്യാമ്പ് ഫയറാണ് ഈ കാണുന്നത്. വെളുപ്പിനെ 4:30 വരെ നമ്മളിങ്ങനെ ഇരിപ്പായിരുന്നു. ഇത് രാവിലെ ജസ്റ്റിലിന് എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് ഞങ്ങൾ എടുത്തേക്കുന്ന വില്ല. എൻ്റെ കൃഷി ചെയ്യാനുള്ള എന്തോ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃഷി ചെയ്ത് മുരിങ്ങയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഈ സൈഡിലും അവിടെ കൃഷി ചെയ്യാനുള്ള. പിന്നെ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതൊരു ഹാളാണ്. ഇതൊരു ഹാള്. എല്ലാ വർഷവും നമ്മളിതുപോലെ ട്രിപ്പ് പോകാറുണ്ട് കബ്ദിലേക്ക്. അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു പാർക്ക് പോലുള്ളൊരു ഏരിയയാണ്. പിന്നെ ഇപ്പം നമ്മൾ ആ കാണുന്ന സൈഡിലായിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ഇവിടെ 2 ഹാള്, അതുപോലെ കിച്ചൺ, കുറേ റൂംസ്, അങ്ങനെയൊക്കെ ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇത് സ്വിമ്മിംഗ് പൂളിൽ രാവിലെ ഇത് ഞങ്ങൾ രാവിലെ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നമ്മളെടുത്തിരിക്കുന്ന പോലെ തന്നെയുള്ള ചെറിയ ചെറിയ വില്ലകളാണ് അപ്പുറത്തെല്ലാം കാണുന്നത്. അപ്പം അവിടെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് വേണ്ട ഇങ്ങനെ കിടക്കുക. ഇവിടെ നടക്കാനായിട്ട് വന്നു. ഇതെല്ലാം ശാല എന്ന് പറയും, ശാല. ഇവിടെ ആൾക്കാരിങ്ങനെ വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എടുത്ത് താമസിക്കാനൊക്കെ വരും. ഓരോ തലേദിവസം വന്നിട്ട് ഇങ്ങനെ നൈറ്റ് ചിലവഴിച്ച് പിറ്റേ ദിവസം പോകും. ഇവിടെ ഒരു സൂത്രം കാണിച്ചു തരാം. രാവിലെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതിനൊരു സംഭവം കണ്ട്, കുറച്ച് മൃഗങ്ങളെ കണ്ട് കാണിച്ചു തരാം. ഇത് ഇന്നലെ രാത്രി ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഞാൻ നോക്കി വെച്ചതാണ്. ഇവിടെ നിന്ന് പകൽ വരണമെന്ന് വിചാരിച്ച്. അപ്പം കുറേ കുതിരകൾ അവിടെ ഉണ്ട്. അപ്പം അതിന് തീറ്റ കൊടുക്കാനായിട്ട് ആൾക്കാർ വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. വെറുതെ ഇതിലെ വന്നപ്പോഴത്തേക്കിനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. നമ്മളൊക്കെ ഇതിനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ജസ്ലിനൊക്കെ ഇത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമുക്കിത് കണ്ടപ്പോഴത്തേന്. കാരണം കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന ബുക്കിലും ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. തിന്നാൻ കൊടുക്കും, അതിന് കറക്റ്റ് ടൈമിംഗ് ആണ്. ഇപ്പം ഇതുപോലെയൊക്കെയുള്ള യാത്രകളുണ്ടല്ലോ, നമ്മുടെ മനസ്സിന് തരുന്ന റിലാക്സേഷൻ ഭയങ്കര വലുതാണ്. കാരണം പ്രത്യേകിച്ച് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ മതി ഭയങ്കര ടെൻഷൻ അടിക്കാൻ. ഡ്യൂട്ടി സ്ഥലത്തും അതുപോലുള്ള മറ്റ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുടുംബത്തോടൊക്കെ ഇപ്പോൾ ഉള്ള ഔട്ടിങ് നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ് മൈൻഡിന്. അപ്പോൾ കുതിരയെ നോക്കുന്ന ആൾ ഫുഡ് കൊണ്ടുവരുമ്പോൾ കണ്ട് ഇത്രയും നേരം നമ്മൾ കണ്ട കുതിരയല്ല ഇപ്പോൾ കാണുന്നത്. ഭയങ്കര ഓട്ടമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ കുതിരകൾ. ആൾ വരുന്ന ആ സമയം നോക്കി കണ്ടോ. അതുപോലെ അവരുടെ അച്ചടക്കവും ഭയങ്കരമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കൊടുത്ത സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ആ ഓരോ കുതിരയ്ക്കും ഓരോ പ്രത്യേക ഏരിയ ഉണ്ട്. ആ ഏരിയ ആ ഭാഗത്തു നിന്നല്ലാതെ അവനവന് കൊടുക്കുന്ന ഫുഡല്ലാതെ മറ്റുള്ളവരുടെ ഫുഡ് അത് എടുക്കുന്നേ ഇല്ല. അങ്ങനെയാണ് അതിനെ വളർത്തിയേക്കെന്ന് തോന്നുന്നത്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ മൃഗങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ കുറേ പാഠങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മനുഷ്യരത്ര സ്വാർത്ഥരാണല്ലേ. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ സ്നേഹിതരുടെ ഇടയിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര ഈഗോയാണ്. ഒരാൾ ഉയരാൻ സമ്മതിക്കത്തില്ല, അവരെ എത്രമാത്രം അടിച്ചു താഴ്ത്താൻ പറ്റും എന്നൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന വില്ല കാണിക്കാവേ. ശാല എന്നാണ് പറയുന്നത്. ഇവിടെ ശാല കാണിക്കാം.
ഇന്നലെ രാത്രി ഞങ്ങൾ വന്നു ഇവിടെ. അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ ഫുഡും പാട്ടും കാര്യങ്ങളും ഗ്രില്ലിങ്ങും ഒക്കെ ആയിട്ട് ആയിരുന്നു. വെളുപ്പിന് 4:30 ഞങ്ങളൊക്കെ കിടന്നിരുന്നു. കുറച്ച് 2 മണിക്കൂറൊക്കെ ഉറങ്ങി. അതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങളിലായി ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. ഇഷ്ടപ്പെട്ടോ ഹോഴ്സിനെ ഇഷ്ടപ്പെട്ടോ? ഹലോ, ബൈ 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 ബൈ. ഈ വില്ലേക്കുണ്ട്, ഈ വില്ല ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇത് പുറത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്. അല്ല ഏത് ഇതിന്റെ പുറകിൽ ഇതുണ്ടോ? മത്തങ്ങയുടെ പൂവ്, മത്തൻ പൂവുണ്ടോ? മത്തങ്ങ. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ആൾക്കാരും ഉണ്ട്, മലയാളികളായിട്ടുള്ള ആൾക്കാരാരോ കൃഷി ചെയ്യുന്ന. ഇത് കണ്ടോ, തക്കാളി ഉണ്ടായി നിൽക്കുന്നതാണേ. കണ്ടോ, തക്കാളി ഇഷ്ടം പോലുണ്ട്. തക്കാളി ഇതൊരു വില്ലയാണേ. ഇത് നല്ല അത്യാവശ്യം വില കൂടിയ നല്ല വില്ലയാണ്. തക്കാളി ഉണ്ടായിരിക്കുന്നുണ്ടോ? കണ്ട് അങ്ങനെ പുറത്തൊക്കെ നടന്നതിന് ശേഷം തിരിച്ചു വന്ന് പ്രെയർ ഉണ്ടായിരുന്നു. പ്രെയറിന് ശേഷം ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. യൂത്തിൻ്റെ ഭാരവാഹിയായത് കാരണം എനിക്കാണെങ്കിൽ കുറച്ച് തിരക്കുള്ള ഒരു പകലായിരുന്നത്. ഗെയിമൊക്കെ ഉണ്ടായിരുന്ന കാരണം അത് കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമായിരുന്നു. അതിനുശേഷം വൈകിട്ട് സമ്മാന വിതരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത വർഷം വരാം എന്നുള്ളൊരു പ്ലാനോടുകൂടി എല്ലാവരും തിരിച്ച് വണ്ടിയിലേക്ക് കയറി പോവാണ്. പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് നാളെ ഇനി ഡ്യൂട്ടിയിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നമ്മൾ തിരിയും. അപ്പോൾ എല്ലാവർക്കും നല്ല ആശംസ.